ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പുട്ടാണ്. സേമിയ പുട്ട് കഴിച്ചിട്ടുണ്ടോ എല്ലാവരും? ഇത് നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ തന്നെ ഇതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുള്ളതാണ്. അത് കുറ്റിപ്പുട്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇത് വേറെ രീതിയിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം അതിനായിട്ട് ആദ്യം നമ്മൾക്ക് കുറച്ച് വെള്ളം എടുക്കുക. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് സേമിയ ഇട്ടൊന്ന് കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് നേരം കുതിർക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇതുപോലെ നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള സേമിയാണ്. നമ്മൾക്ക് ഏത് സേമിയ വേണമെങ്കിലും ഉപയോഗിക്കാം. കട്ടി കുറഞ്ഞതാണ് കുറച്ചുകൂടെ കൂടുതൽ നല്ലത്, വേഗത്തിൽ റെഡിയായിട്ട് കിട്ടും. അപ്പം ഞാൻ ഇത് മുഴുവൻ ഇപ്പം വെള്ളത്തിലിട്ടിട്ട് മുക്കി വയ്ക്കുകയാണ്. ഇത് നല്ല തിന്നായതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് മുങ്ങിക്കിടന്നാൽ മതി. ഇതിലോട്ട് 2 മിനിറ്റ് മുങ്ങിക്കിടക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് കുറച്ച് സോഫ്റ്റായിട്ടുണ്ടാകും. ഒരുപാട് സോഫ്റ്റ് ആവരുത്. ഇത് പിന്നെ ഊറ്റിയെടുത്തതിന് ശേഷം നമ്മൾക്കിനി ആവി വയ്ക്കണം. അപ്പോൾ ആവി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾക്ക് ഈ സേമിയ അരിച്ച് വെച്ചിട്ടുണ്ടല്ലോ, വെള്ളമൊക്കെ മാറ്റിയത്, അത് ഇതിലോട്ട് ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾക്കിതിലോട്ട് തേങ്ങ ചേർക്കണം. തേങ്ങ നമ്മൾക്ക് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം. കാരണം സേമിയ പുട്ടായതുകൊണ്ട്, സേമിയ പുട്ട് മാത്രമല്ല എല്ലാ പുട്ടിനും കുറച്ച് തേങ്ങ കൂടുതൽ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇനി ഇതൊരു 5 മിനിറ്റ് ആവി വയ്ക്കുക. അപ്പോഴത്തേക്കും റെഡിയാവും. കാരണം ഇത് കുറച്ച് നല്ല തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞതായതുകൊണ്ട് 5 മിനിറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ നോക്കിയാൽ മതി, അതിനനുസരിച്ചിട്ടൊരു 7-10 മിനിറ്റിനുള്ളിൽ എന്തായാലും റെഡിയാവും. അപ്പോൾ നമ്മൾക്ക് ഇനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഒരു പാത്രത്തിലോട്ട് ഇത് കൊട്ടുക. തീർന്നിട്ടില്ല നമ്മുടെ പുട്ട്. ഇനിയിപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഇപ്പം ഞാൻ നോക്കിക്കുക, ഈ ഒരു ന്യൂഡിൽസ് അല്ല, ഈ ഒരു സേമിയ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇച്ചിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൈകൊണ്ട് ഇതൊക്കെ അടർത്തിയെടുക്കുക. അടർത്തിയതിന് ശേഷം പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പം നമ്മൾക്ക് ഇങ്ങനെ ഒട്ടി പിടിക്കാതെ തന്നെ ന്യൂഡിൽസ് പോലെ ഇങ്ങനെ എന്ന് വെച്ചാൽ നല്ല സെപ്പറേറ്റ് ആയിട്ട് വരും ഈ ഒരു സേമിയ. അതുകൊണ്ട് തന്നെ പഞ്ചസാര ചേർത്തിട്ട് എന്തായാലും മിക്സ് ചെയ്യണം. അപ്പം ഇങ്ങനെ കട്ടി ആവണോ അല്ലെങ്കിൽ ഒട്ടി പിടിക്കണോ എന്നുള്ള പരാതിയൊക്കെ തീരും. ഇത് കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുട്ടാണ് റെഡി ആയിരിക്കുന്നത്. ഇനി ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചിരട്ടപ്പൊട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പാത്രത്തിൽ ഇങ്ങനെ കമഴ്ത്തി ഇടുകയാണ്. സാധാരണ എന്തെങ്കിലും ഒരു ബൗളിലാണെങ്കിലും അടർത്തി ഇങ്ങനെ കമഴ്ത്തിയിട്ട് ഇടാൻ പ്രശ്നമൊന്നുമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പുട്ട് റെഡി ആയിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് കഴിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെന്താ, ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണേ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ.